തിരുവനന്തപുരം പേരൂർക്കട വ്യാജ മാലമോഷണ കേസിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബിന്ദു മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലാണ് പരാതി നൽകിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ സിറ്റിംഗിലാണ് ഈ ആവശ്യം അവർ ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും വിഷ്ണു, മനസാക്ഷിയാകെ ഞെട്ടിച്ചൊരു കേസ് തന്നെയായിരുന്നു പേരൂർക്കടയിലെ ബിന്ദുവിന്റെ വ്യാജമാല മോഷണ കേസ്. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ ഉൾപ്പെടെ അവർ പ്രതിയായിരുന്നില്ല, മാത്രമല്ല ആ മാല കിട്ടി എന്ന് പറയുന്നത്, ചവറ്റുകുട്ടയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നതൊക്കെ ഒരു തരത്തിൽ കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്നതുൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച സിറ്റിംഗിന് മനുഷ്യാവകാശ കമ്മീഷൻ അവരെ വിളിപ്പിച്ചിരുന്നു. ആ സിറ്റിംഗിലാണ് അവർ തനിക്ക് മാനനഷ്ടമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ ആവശ്യപ്പെട്ടത്. ആ സമയത്താണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത് രേഖാമൂലം പരാതി എഴുതി തരണം എന്നൊരു കാര്യം ഇവരോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇന്ന് രാവിലെ നടന്ന സിറ്റിംഗിലാണ് ബിന്ദു ഇത്തരത്തിലൊരു പരാതി നൽകിയത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ വരുന്ന ഒരു കേസാണ്. ഇനി തുടർ നടപടി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെയും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടുടമയായ ഓമന ഡാനിയലിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്. വിഷ്ണു, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.